ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്ന് അഭിത്തേനെ ഡ്യൂട്ടിയില്ല. അപ്പോൾ എല്ലാവരും പാമ്പ് പൊത്തിന്ന് തല പുറത്തേക്ക് ഇടൂലേ, അതുപോലെ ഞങ്ങൾ എല്ലാവരും പൊത്തിനകത്തുനിന്ന് പുറത്ത് ചാടിയിട്ടോ ഒരു ദിവസം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങൾ വേറെ എവിടെയല്ലടോ, അരിയും മണ്ണെണ്ണ വാങ്ങാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെട്ടോ ഇല്ല വെളിച്ചോ ഇല്ലല്ലോ ദൈവമേന്ന്. അപ്പോൾ ഞാൻ ഈ ക്യാമറയൊക്കെ മാറ്റി നിർത്തി കുറച്ച് പുറകോട്ടൊക്കെ അങ്ങ് ഇറങ്ങി നിന്നപ്പോഴത്തേക്കും നല്ല വെളിച്ചമുണ്ട്. വെളിച്ചമുണ്ടെങ്കിലേ നമ്മുടെ മുഖത്തും വെളിച്ചം കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുക കേട്ടോ. രണ്ടു പേര് ചോദിച്ചു കുഞ്ഞിൻ്റെ മുടി വെട്ടുന്ന വീഡിയോ, അതായത് അപ്പാച്ചിക്കെട്ട് വെട്ടണേ. അവൻ സമ്മതിക്കുന്നില്ല മുടി വെട്ടാൻ. ഞാൻ പിന്നെ എന്ത് ചെയ്യും, പിന്നെ കുറച്ചും കൂടെ വളരട്ടെ എന്ന് ഓർത്തിരിക്കുവായിട്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഞാൻ മുടി വെട്ടാം. എനിക്കൊരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് അനുസരിച്ച് ഞാൻ മുടി വെട്ടിക്കോളാം, പ്രോമിസ്. ഈ കുറച്ചും കൂടെ ഒന്ന് വളർന്നോട്ടെ. വല്ലപ്പോഴും കുറേ നാൾ കൂടി ഇങ്ങനെ പൊത്തിനകത്തുനിന്ന് വെളിയിൽ ചാടുന്നതല്ലേ, അപ്പോൾ ഒന്ന് അമ്പലത്തിലും കൂടെ കയറിയിട്ട് പോകാമെന്ന് ഓർത്തേ. ചോറ്റാനിക്കര അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു, ഇഷ്ടം പോലെ ആൾക്കാർ. പോരാത്തതിന് കല്യാണമോ മറ്റോ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. മുകളിലത്തെ അമ്പലത്തിൽ തന്നെ കയറാൻ വേണ്ടി കീഴ്ക്കാവിൻ്റെ അവിടം വരെ ആയിരുന്നു ക്യൂ കേട്ടോ. പക്ഷേ ക്യൂവിൽ നിൽക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങളങ്ങ് വേഗം ഇറങ്ങി തൊഴുതിട്ട് പിന്നെ നേരെ കീഴ്ക്കാവിലേക്ക് പോയിട്ടോ. കീഴ്ക്കാവിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. മണ്ഡപത്തിലെല്ലാം അടിപൊളി കല്യാണം നടക്കുന്നുണ്ടായിരുന്നേ. ഞാൻ എവിടെ കല്യാണം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം നോക്കുന്നത് പെണ്ണിനെ ആയിരിക്കും കേട്ടോ. എനിക്ക് പെണ്ണിങ്ങനെ കല്യാണ പെണ്ണുങ്ങളെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെയാണ്. കല്യാണം ചെറുക്കിന് വലിയ വേച്ചിലൊന്നും ഉണ്ടല്ലോ, പക്ഷേ കല്യാണ പെണ്ണിനെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിലേ പോകേണ്ട ഞാൻ അങ്ങനെ ചുറ്റിക്കറങ്ങി പെണ്ണിൻ്റെ മുഖമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തോടെ അങ്ങ് ചുറ്റിക്കറങ്ങി ഇറങ്ങി കേട്ടോ. പെണ്ണിൻ്റെ മുഖം കണ്ടോന്ന് വെച്ചാൽ കണ്ടു, പക്ഷെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ, നിങ്ങളെയൊന്നും കാണിക്കണില്ല. നിങ്ങളെല്ലാവരും എന്നെ കണ്ടാൽ മതി കേട്ടോ, ചുമ്മാ. പിന്നെ കീഴ്ക്കാവിലും അവിടെ ഇവിടെയൊക്കെ പോയി ഗുരുതിയൊക്കെ കുടിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുടിച്ച് ഞങ്ങളുള്ള ഭസ്മവും കുങ്കുമവും ചന്ദനവും ഒക്കെ കിട്ടിയതെല്ലാം നെറ്റിയിൽ വാരി തൂത്തിട്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാരിത്തേക്ക്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞങ്ങൾ ബിസ്മിയിലേക്കാണ് വന്നത്. ഒത്തിരി ഓഫറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് സത്യമാണോ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ ബിസ്മിയിലേക്ക് വന്നു. സത്യമാണ് കേട്ടോ, നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറേ വാരി എടുത്തു. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ കൊട്ടയിൽ വാരിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രണ്ടെണ്ണങ്ങളെയും കൊണ്ടല്ലേ പോണത്. അവർക്ക് ആവശ്യമുള്ളത് നമുക്ക് ആവശ്യമില്ല, അവർക്ക് ആവശ്യമില്ലാത്തത് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ. പിന്നെ ഒരു പണി കിട്ടിയത് എന്നാന്ന് വെച്ചാൽ അവിടെ ക്യാഷ് പേയ്മെൻറ്റ് മാത്രമായിരുന്നു കേട്ടോ ഇന്നെടുത്തത്. കാരണം എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ക്യാഷൊക്കെ കൊടുത്ത് ഇറങ്ങി വിശന്ന് പണ്ടാറടങ്ങുമായിരുന്നു. കാരണം അത്രയും സമയമായില്ല, രാവിലെ ഇട്ടൊന്നും കഴിച്ചുമില്ല. രാവിലെ അമ്പലത്തിൽ പോണത് തന്നെ മസാല ദോശ തിന്നാൻ വേണ്ടിയാണല്ലോ. പക്ഷേ അങ്ങനൊന്നും കിട്ടിയില്ല കേട്ടോ. എൻ്റെ ദൈവമേ, ഇങ്ങനെ പട്ടിണി ഇരുന്ന ഒരു ദിവസം. എന്നിട്ട് ഞങ്ങൾ വേഗം വേണ്ടി ഒരു ഹോട്ടലൊക്കെ തപ്പിപ്പിടിച്ചൊക്കെ നടന്നു. അതിനിടയ്ക്ക് തൈപ്പൂയത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നേ. ഈ മനുഷ്യൻ എത്രയും വേഗം ഫുഡ് മേടിച്ചു തരുമെന്ന് ഓർത്ത് ഞങ്ങൾ നേരെ പോയത് പിന്നെ ഹോട്ടലിലേക്കല്ല, നല്ല ചമ്പക്കര മാർക്കറ്റിലേക്കായിരുന്നേ. ഉച്ച സമയം ആയതുകൊണ്ട് എൻ്റെ മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ആ മീൻ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ അമ്മച്ചിമാരൊക്കെ കുറേ ഇങ്ങനെ കിടന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇങ്ങനെ അമ്മച്ചിമാർ രണ്ടുമൂന്ന് പേരൊക്കെ ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. പക്ഷേ ഹോൾസെയിലായിട്ട് വലിയ വലിയ കടകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ മീൻ ബൾക്കായിട്ട് മേടിക്കാമെന്നൊക്കെ ഓർത്താ പോയത്. പക്ഷേ എല്ലാം അടച്ചു പോയായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ സൗകര്യത്തിന് ആരെങ്കിലും നിൽക്കുമോ, അവരവരുടെ കാര്യം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് അവരെല്ലാം പോയി. പിന്നെ മിച്ചം ഉണ്ടായിരുന്ന ബീഫാണ്, കിട്ടണതാട്ടെ ഉള്ളതാട്ടെ എന്ന് ഓർത്ത് കുറച്ച് ബീഫും കുറച്ച് എല്ലും ഒക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഈ അമ്മച്ചി അവിടെ ഇരുന്ന് നല്ല പച്ച അയല ഉണ്ടായിരുന്നു. അപ്പോൾ അഭിത്തേട്ടന് അയല വലിയ ഇഷ്ടമാണ്. അപ്പോൾ അഭിത്തേട്ടൻ ഇങ്ങനെ എടി അയല മേടിക്കട്ടെടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾ ഇഷ്ടമുള്ളത് മേടിച്ചോന്നും പറഞ്ഞ് ഞാനിങ്ങനെ മാറി നിന്നേ. അപ്പോഴത്തേക്കും പുറകിൽ നല്ല സീനറിയും കാര്യങ്ങളും ഒക്കെ. ഞാൻ സീനറി കണ്ടാൽ വിടുവോ ഇല്ല. അങ്ങനെ കുറച്ച് അമ്മച്ചിയുടെ ഒക്കെ ഫോട്ടോയൊക്കെ എടുത്തു, അത് വേറെ കാര്യം. എൻ്റെ അമ്മയെ ഉടുക്കാത്ത വെയിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം കൂടെ അവിടെ നിന്നായിരുന്നെങ്കിൽ കരിഞ്ഞു കുത്തി ഉപ്പാടിളകിയേനെ. മുഖം എല്ലാം കൂടെ പൊള്ളിയിട്ട് പണ്ടാറടങ്ങണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അവിടെ നിന്ന് ഇല്ലാത്ത ദൈവങ്ങളെയൊക്കെ വിളിച്ചു. പിന്നെ ഇഷ്ടംപോലെ നീർക്കാക്കളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവരെ കുളിസീനൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരെ കുളിസീൻ കാണാൻ. അത്ര മെനയുള്ള വെള്ളമൊന്നും അല്ലാന്ന് തോന്നണു. എന്നാലും ആ വെള്ളത്തിൻ്റെ പുറത്തോടെ പാലമൊക്കെ വരുമ്പോഴേ കാണാനൊരു ഗുമ്മുണ്ട്. അച്ചോ. പിന്നെ നമുക്ക് വേണ്ട ആവശ്യമായ സാധന സാമഗ്രികളൊക്കെ കുറച്ച് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ പോയത് ഞങ്ങളെ വിശപ്പടക്കാനാ, ഉണ്ണിവയറിൽ നിറയ്ക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് കേട്ടോ. എനിക്ക് ചോറ് മതി, ഞാൻ ചോറിൻ്റെ ആൾ. ചപ്പാത്തി നഹി ചോർ. പേടിക്കണ്ട, ആക്രാന്തം മൂത്ത് ഫോൺ തിരിഞ്ഞു പോയത് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മവും അടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഞാൻ വേഗം കുറച്ച് നാരങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം പിഴിഞ്ഞ് വെള്ളമൊക്കെ എടുത്തു. അടുക്കളയിലേക്ക് നോക്കണ്ട, കാരണം ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. കാരണം സാധന സാമഗ്രി ഒന്നും എടുത്തു വെച്ചിട്ടില്ല. വെള്ളം കുടിച്ചപ്പോഴത്തേക്കും വയറ് ബുമ്മെന്നും പറഞ്ഞ പിന്നെ ഒരു തലയും കുത്തി വന്നൊരു കിടത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണും തലയും കുത്തി ആയിപ്പോയി. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.